മാടമ്പിള്ളിയുടെ പഴയ കഥകളിൽ പറയേണ്ടത് മാത്രമേ ചന്തു വൈഗയോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഗംഗയുടെ സംസാരത്തിൽ നിന്നും എന്തൊക്കെയോ മനസ്സിലാക്കിയ വൈഗ ചന്തുവിനെക്കൊണ്ട് പഴയ കാര്യങ്ങൾ പറയാൻ നിർബന്ധിച്ചു. അങ്ങനെ ചന്തുവിന് 20 വർഷങ്ങൾക്ക് മുൻപ് ഗംഗ ആദ്യമായി തറവാട്ടിലെത്തിയതും മന്ത്രത്താൽ ബന്ധിച്ചിരുന്ന തെക്കിനി തുറക്കുക വഴി നാഗവല്ലി എന്ന ഒരു യക്ഷിയുടെ ബാധ ഗംഗയിൽ കൂടിയതും തറവാട്ടിൽ മന്ത്രവാദവും ഹോമവും നടത്തി അതൊഴിപ്പിച്ച കഥ പറയുമ്പോൾ വൈഗയുടെ അമ്പരപ്പ് അളക്കാവുന്നതിലും അപ്പുറമായി തീർന്നിരുന്നു. രാത്രിയുടെ നിശബ്ദതയിലും വിജനതയിലും മേപ്പാടൻ കയ്യിലെ തീപ്പന്തം കെടാതിരിക്കുവാൻ ആഞ്ഞു വീശുമ്പോൾ അത് മുഖത്ത് തട്ടാതിരിക്കുവാൻ സണ്ണി കൈപ്പത്തി കൊണ്ട് ഇടയ്ക്കിടെ മുഖം മറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും പന്തം എങ്ങോട്ടെന്നില്ലാതെ വീശുമ്പോൾ മേപ്പാടൻ പിറുപുറത്തുകൊണ്ടേയിരുന്നു. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ ഒന്നില്ലാതെ ഒന്ന് കണ്ടതാ. പെട്ടെന്ന് മേപ്പാടൻ എന്തോ കണ്ടെത്തിയതുപോലെ അയാളുടെ മുഖഭാവം മാറി. അതോടെ സണ്ണിയോട് അയാൾ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വേഗത്തിൽ നടക്കുന്നു. പിന്നാലെ സണ്ണിയും നടന്നു. അതുവരെ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ചന്ദ്രൻ മറമാറ്റി പുറത്തേക്ക് വരുമ്പോൾ വിജനമായ ഒരു വയൽപ്പാടത്തുകൂടെയാണ് അവർ നടക്കുന്നതെന്ന് വ്യക്തം. കുറച്ചു ദൂരെ ഒരു വലിയ വൃക്ഷം, അതിന് വടക്കുഭാഗത്തായി തകർന്നു പോയൊരു ക്ഷേത്രഭാഗം പോലൊരു ഇരുണ്ട ഭാഗം. അവിടേക്കാണ് മേപ്പാടൻ ലക്ഷ്യമാക്കുന്നതെന്ന് സണ്ണിക്ക് മനസ്സിലായി. നടക്കുന്നതിനിടയിൽ സണ്ണിയെ തൻ്റെ മുന്നിലേക്ക് കയറി നടക്കാൻ ആജ്ഞാപിക്കുന്ന മേപ്പാടൻ സണ്ണിയെ തൻ്റെ കയ്യിലിരുന്ന പന്തം ഏൽപ്പിക്കുന്നു. പന്തവുമായി നടക്കവേ സണ്ണിയോട് അത് അണയാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും ഉപദേശിക്കുന്നു. വയലിനു നടുവിൽ കണ്ട വലിയ വൃക്ഷം നിന്നിരുന്ന ഭാഗത്തേക്ക് ഭയചകിതരായി ഇരുവരും കയറുമ്പോൾ തലത്ത് തകർന്നു കിടക്കുന്ന ക്ഷേത്രഭാഗത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തെ കൽക്കുളത്തിലേക്ക് ഒരു രൂപം പടവുകൾ ഇറങ്ങിപ്പോകുന്നത് സണ്ണിയുടെ കണ്ണിൽ ഒരു മിന്നൽ കാഴ്ച പോലെ മിന്നിമറയുന്നു. താൻ കണ്ട കാഴ്ച പിന്നിലേക്ക് നോക്കി മേപ്പാടനോട് താൻ കണ്ടു എന്നർത്ഥത്തിൽ സൂചന നൽകുവാനായി സണ്ണി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ മേപ്പാടനില്ലെന്ന് ഒരു ഞെട്ടലോടെ അയാൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ മുന്നിലെ സത്യമെന്തെന്ന് മനസ്സിലാക്കാതെ മേപ്പാടനെ തിരിഞ്ഞു പോകുവാൻ അയാളുടെ മനസ്സ് അനുവദിക്കാത്തതിനാൽ പതിയെ മുന്നോട്ട് തന്നെ സണ്ണി ചുവടുകൾ വെച്ചു. കൽക്കുളം നിലാവിൽ പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും പടവുകൾ വിജനം. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന സണ്ണിയുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദം. സംശയിക്കേണ്ട, അവൾ ഇവിടെ തന്നെയുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ മേപ്പാടൻ്റെതാണ്. പടവുകൾ ഇറങ്ങിയ മേപ്പാടൻ കൽക്കുളത്തിലെ വെള്ളത്തിലേക്ക് അതിശയിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിനടിയിൽ അവളുണ്ട്. അത് വിശ്വാസം വരാതെ നിൽക്കുന്ന സണ്ണിയോട്, അവൾ ഇവിടെ ഇതിനടിയിൽ ഒളിച്ചിട്ടുണ്ട്. പക മാത്രമാണ് അവളിൽ ഒടുങ്ങിയത്. പൂർണ്ണതയെത്താത്ത ഒരു വികാരം ഇപ്പോഴും അവളിൽ അവശേഷിക്കുന്നു. അതിന് ഒരു ഉത്തരം കിട്ടാതെ അവൾ പോകില്ല. മനസ്സിലായില്ലെന്നുണ്ടോ? കൽക്കുളം പ്രതിധ്വനിക്കുമാറ്, ചെവിയുടെ കർണപ്പാളി തകർക്കുമാറ് ഉച്ചത്തിൽ മേപ്പാടൻ വിളിച്ചു പറഞ്ഞത് കേട്ട് പെട്ടെന്ന് സണ്ണി ചാരു കസേരയിൽ നിന്നും ബോധതലത്തിലേക്ക് ചെവിയും പൊത്തിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. കുളത്തിലെ കുളിയും കഴിഞ്ഞ് തറവാട്ടിലെ മുകളിലെ വിശാലമായ ഹാളിലെ ഒരു ചാരു കസേരയിൽ നിവർന്ന് കിടക്കവെയാണ് സണ്ണിയെ ഒരു ചെറു മയക്കം വന്ന് തട്ടി വിളിച്ചത്. അതിന്റെ ഓളത്തിനൊത്ത് ഒഴുകവെയാണ് നിലാവ് പെട്ടെന്ന് മാഞ്ഞുപോയ ഒരു വയൽപ്പാടത്ത് സണ്ണി എത്തിയതും തീപ്പന്തവുമായി നിൽക്കുന്ന മേപ്പാടനെ കണ്ടതും. എല്ലാം ഒരു സന്ധ്യാമയക്കത്തിൽ സംഭവിച്ചത്. ഉണർന്നപ്പോൾ ഹാളിന് ഒരു വശത്തായി നകുലൻ നിൽപ്പുണ്ട്. അയാൾക്ക് ചുറ്റും അയാൾ സൃഷ്ടിച്ച ഒരു പുകവലയത്തിനുള്ളിൽ ഒരു സിഗരറ്റും കയ്യിൽ പിടിച്ച് താഴെ മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണ് നകുലൻ. സണ്ണി അയാളെ തട്ടി വിളിക്കുമ്പോൾ അയാൾ മറ്റേതോ ലോകത്ത് നിന്നും പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അക്ഷമയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ചോദ്യങ്ങൾ പെട്ടെന്ന് തന്നെ നകുലൻ സണ്ണിയോട് ചോദിച്ചു. ഒന്നാമതായി, എല്ലാം കഴിഞ്ഞു എന്ന് തോളിൽ കൈതട്ടി പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ വീണ്ടും 20 വർഷങ്ങൾക്ക് പിറകിലുള്ള അതേ രാത്രിയിൽ വന്നെത്തി നിൽക്കുന്നു. മറ്റൊന്ന്, അല്ലിയുടെയും മഹാദേവന്റെയും കല്യാണം മുടങ്ങിയതിൽ താൻ അറിയാത്ത എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? നകുലന്റെ ചോദ്യങ്ങൾക്കുത്തരമായി സണ്ണി പറഞ്ഞത് ഗംഗയുടെ മാനസിക പ്രശ്നത്തിന്റെ തുടക്കത്തെക്കുറിച്ചായിരുന്നു. ഗംഗയിൽ ഉണ്ടാകുന്ന ചില ഇഷ്ടാനിഷ്ടങ്ങൾ, അവ നടക്കാതെ വരുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന അമർഷങ്ങളുടെ സമ്മർദ്ദം പതിയെ പതിയെ വർഷങ്ങൾ കഴിയുമ്പോൾ ഗംഗയ്ക്ക് തന്നെ താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ആ സമയമാണ് ഗംഗയല്ലാതാകുന്നത്. പഴമക്കാർ പറയുന്ന കഥകളിലെ യക്ഷിയും ഭൂതവുമൊക്കെയായി സ്വയം
മാറ്റാനും മാറുവാനും ശ്രമിക്കുന്നത്. അതിനാലായിരുന്നു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ നിന്നും ജ്വലിച്ചു ഉയരുന്ന ലാവ പോലെ ആരുടെയൊക്കെയോ ഉള്ള പകയുടെ സമ്മർദ്ദം അന്ന് കാരണവരുടെ ശരീരം എന്ന് കരുതി ഗംഗ വെട്ടിനുറുക്കുമ്പോൾ തീർന്നു കിട്ടിയത്. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കാം എന്നത് സത്യമാണ്. അത് മനഃപൂർവ്വം നകുലനിൽ നിന്നും മറച്ചു വെച്ചത് ജീവിതകാലം മുഴുവൻ ഗംഗയെ ഒരു രോഗിയായി കാണാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു. തന്റെ ഉള്ളിലെ സമ്മർദ്ദം കുറയ്ക്കുവാനായി നാഗവല്ലിയുടെ വേഷം പകർന്നാടാൻ അവസരം ലഭിച്ച ഗംഗയ്ക്ക് നാഗവല്ലിയാകുവാൻ നാഗവല്ലിയുടെ കഥകളിലെ പ്രണയം കൂടി ഉൾക്കൊള്ളേണ്ടതായി ഉണ്ടായിരുന്നു. അതാണ് മറ്റൊരു പ്രശ്നം. പ്രണയം പക പോലെ തന്നെ മറ്റൊരു വികാരമാണ്. അങ്ങനെയെങ്കിൽ ഗംഗയിൽ രോഗലക്ഷണം നിലനിൽക്കാൻ സാധ്യതയുള്ളത് ആ ഒരു വികാരത്തിന്റെ മറവിലായിരിക്കും. അങ്ങനെയെങ്കിൽ നാഗവല്ലിയുടെ കാമുകനായി ഇപ്പോൾ നാഗവല്ലി അല്ലെങ്കിൽ ഗംഗ രാമനാഥനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മഹാദേവൻ ഈ വീട്ടിൽ വന്നു ചേരുന്നത് ശരിയല്ല എന്ന് കരുതിയായിരുന്നു അല്ലിയുടെയും മഹാദേവന്റെയും വിവാഹം മേപ്പാടനും സണ്ണിയും കൂടി ആലോചിച്ച ശേഷം തമ്പിക്കും ഉണ്ണിത്താനും മുന്നറിയിപ്പ് കൊടുത്തതെന്ന് സണ്ണി ഒരു കുറ്റബോധത്തോടെ സമ്മതിക്കുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ എന്ന അർത്ഥത്തിൽ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന നകുലന്റെ മുഖഭാവത്തിൽ ചോദിക്കുവാൻ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്നത് വ്യക്തമാണ്. എങ്കിലും ഏതോ ഒരു മരവിപ്പ് പെട്ടെന്ന് ബാധിച്ചതുപോലെ അയാൾ മറ്റൊന്നും ചോദിക്കാതെ സണ്ണിയെ മറികടന്ന് അകത്തേക്ക് പോയി. സണ്ണിയാകട്ടെ നകുലൻ കുറച്ചു മുൻപ് നിന്നതുപോലെ ഇരുൾ പടർന്നു തുടങ്ങിയ വിദൂരതയിലേക്ക് ഇനിയുള്ള മണിക്കൂറുകളെക്കുറിച്ച് ആകുലതയോടെ നിന്നു. ഇനി എവിടുന്ന് തുടങ്ങണം? അതായിരുന്നു കുറച്ചു മണിക്കൂറുകളായി അയാളെ കുഴപ്പിച്ചുകൊണ്ടിരുന്ന ചോദ്യം. ഭാഗം 4 ഇവിടെ അവസാനിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. രാമനാഥനോടുള്ള പ്രണയം അതാണ് ഇപ്പോഴുള്ള വിഷയമെങ്കിൽ അതെങ്ങനെയാകാം ഗംഗയെ ബാധിച്ചിരിക്കുന്നത്? നാഗവല്ലിയുടെ പ്രണയത്തെ ഇത്രയും ഭയക്കേണ്ട സാഹചര്യം എന്ത്? പക കൊന്നുകൊണ്ട് തീർക്കാം, എന്നാൽ പ്രണയമോ? കാത്തിരിക്കൂ MN സ്റ്റോറി ബോർഡ് സ്റ്റോറീസിൽ ഭാഗം 5.